നമസ്കാരം. e-Pallikoodamന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഓൺലൈൻ ടീച്ചിങ്ങിന്റെ 2ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഓൺലൈൻ ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഗാഡ്ജറ്റുകൾ, ആപ്ലിക്കേഷൻ ഇതിനോടകം തന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഓൺലൈൻ ടീച്ചിങ്ങിനെ സ്റ്റുഡൻറ് സെൻട്രിക് ആക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഓൺലൈൻ ടീച്ചിങ്ങിനെ ഇൻട്രാക്റ്റീവ് ആക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്, പേർ ഡെക്ക്. പിയർ ഡെക്ക് ഗൂഗിൾ സ്ലൈഡിൻ്റെ ഒരു ആഡ് ഓൺ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ സാധാരണ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചാറ്റ് ബോക്സിലൂടെ ആൻസേഴ്സ് അയച്ചു തരാൻ പറയാറുണ്ട്. ഈ രണ്ട് പ്രോസസ്സും വളരെയധികം ടൈം കൺസ്യൂമിങ്ങും അതുപോലെ തന്നെ എല്ലാ കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് നമുക്ക് പിയർ ഡെക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ സ്ലൈഡ് എന്താണെന്ന് അറിയാം. അപ്പോൾ ഈ ഗൂഗിൾ സ്ലൈഡിനെ ഇൻട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിയർ ഡെക്ക് എന്ന് പറയുന്ന ആഡ് ഓൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു മാത്സിനകത്ത് നമ്മളൊരു പ്രോബ്ലം കുട്ടികൾക്ക് കൊടുക്കുന്നു, അത് കുട്ടികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കറക്റ്റായിട്ട് എഴുതുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അല്ലെങ്കിൽ നിങ്ങൾ ബയോളജിയിൽ ഒരു ലേബലിംഗ് പഠിച്ചു, കുട്ടികളത് ലേബിൾ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയണം. അല്ലെങ്കിൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് മനസ്സിലായെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പിയർ ഡെക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ടീച്ചിങ്ങും അതേപോലെ തന്നെ അസസ്മെൻറ്റും, അല്ലെങ്കിൽ എത്രമാത്രം കുട്ടികൾക്ക് മനസ്സിലായെന്നുള്ളത് സൈമിൾട്ടേനിയസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. എങ്ങനെയാണ് പിയർ ഡെക്ക് ഉപയോഗിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോണത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ ഒരു ശകലം ലെങ്തിയാണ്, കാരണം ഇത്രയെങ്കിലും ഒരു ലെങ്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് പിക്ചർ കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കുക. അപ്പോൾ നമുക്ക് പിയർ ഡെക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിത് ഗൂഗിൾ സ്ലൈഡിലേക്കാണ് നമ്മൾ ആദ്യം അതിനകത്ത് പോകേണ്ടത്. അപ്പൊ ഗൂഗിൾ സ്ലൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗൂഗിൾ സ്ലൈഡിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പം മെയിൽ ID ഉണ്ടെങ്കിൽ, ജിമെയിൽ ID ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മെയിൽ IDയിലേക്ക് ആദ്യം പോവുക. നിങ്ങൾ മെയിൽ IDയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് നിങ്ങൾക്കൊരു 3 ഡോട്ട്സ് ഉള്ള അതിനെ വാഫിൾ എന്നാണ് പറയുന്നത്. അവിടെ ആ വാഫിളിന്റെ അവിടെ പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഐക്കണിന്, നിങ്ങൾ ഗൂഗിൾ ആപ്സിന്റെ ഐക്കണാണ്, അവിടെ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗൂഗിളിന്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവിടെ വരും. അവിടെ നിന്ന് നമുക്ക് എന്തെടുക്കാം, നമുക്ക് സ്ലൈഡ് എടുക്കാം. ഇപ്പൊ ഈ സ്ലൈഡ് എടുക്കുമ്പോൾ നിങ്ങൾ പുതിയതായിട്ട് സ്ലൈഡ് എടുക്കണം എന്നില്ല. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു പവർ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പവർ പോയിന്റിനെ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ സ്ലൈഡിന്റെ ഫോമിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഗൂഗിൾ സ്ലൈഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഓൾറെഡി ഉള്ള ഒരു പവർ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ജസ്റ്റ് അതിനകത്ത് കുറച്ച് സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇന്ററാക്റ്റീവ് ആക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ അല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് സ്ലൈഡ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ ബ്ലാങ്ക് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു സ്ലൈഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ അത് ചെയ്യുന്നില്ല. ഞാൻ അതിന് പകരമായിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡ് ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സ്ലൈഡ് ഞാൻ ഓപ്പൺ ചെയ്തു. ഞാൻ ആ സ്ലൈഡിൽ വരുമ്പോൾ ഇവിടെ അതിന്റെ ടൂൾ ബാറിനകത്ത് നിങ്ങൾക്ക് ആഡ് ഓൺസ് കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ആഡ് ഓണിനകത്ത് ഇപ്പൊ ഞാൻ ഓൾറെഡി പിയർ ഡെക്ക് ഇതിനകത്ത് ആഡ് ഓൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, പിയർ ഡെക്ക് ഫോർ ഗൂഗിൾ സ്ലൈഡ്സ് ആഡ് ഓൺ എന്ന് എനിക്ക് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഗെറ്റ് ആഡ് ഓണിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ആഡ് ഓണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പിയർ ഡെക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്റെ ഇങ്ങനെ അപ്പിയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ആഡ് ഓണിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഗൂഗിൾ ഇതിന്റെ ഗെറ്റ് ആഡ് പിയർ ഡെക്കിന്റെ ആഡ് ഓൺ നമുക്ക് ചെയ്യാനായിട്ട് ഓപ്പൺ പിയർ ഡെക്ക് ആഡ് ഓൺ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സൈഡിലായിട്ട്, ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു പിയർ ഡെക്കിന്റെ ഒരു ഇത് അപ്പിയർ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അത് ആദ്യം നിങ്ങളെ അതിന്റെ പിയർ ഡെക്ക് വരുമ്പോഴത്തെ ഇതൊന്ന് പരിചയപ്പെടുത്താം. ഇതിനകത്ത് ടെക്സ്റ്റ്, ചോയ്സ്, നമ്പർ, വെബ്സൈറ്റ്, ഇങ്ങനെ ഡ്രോയർ, ഡ്രാഗബിൾ, ഇങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഡ്രോയും ഡ്രാഗബിളും നമ്മൾ പേ ചെയ്യണം, അല്ലാത്തതെല്ലാം നമുക്ക് ഫ്രീ ആണ്. ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെല്ലാം എടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവിടേക്ക് വന്നിട്ട് അവർ ടെംപ്ലേറ്റ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല സെക്ഷനിൽ, അതായത് ബിഗിനിങ് ഓഫ് ദി ലെസൺ, ഡ്യൂറിങ് ദി ലെസൺ, എൻഡ് ഓഫ് ദി ലെസൺസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പല സ്ലൈഡ്സും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം. അതല്ല, നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദാറ്റ് ലൈക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ, സോഷ്യൽ ഇമോഷണൽ ലേണിംഗ്, അതേപോലെ തന്നെ
ചെറിയ ഗ്രേഡിലുള്ള കുട്ടികളുടേത്, മാത്സിനുള്ളത്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഇങ്ങനെ പല സബ്ജക്റ്റുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ബയോളജി അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റിനൊക്കെ നമുക്ക് ലേബലിങ്സ് വരും. അപ്പൊ നമുക്ക് അത് അവിടെ കാണും. മാത്സിനാണെങ്കിൽ ഗ്രാഫിന്റെ ഉള്ളെങ്കിൽ അങ്ങനെയുള്ളത് അവിടെ കാണും. അപ്പൊ അങ്ങനെയുള്ള പല കാറ്റഗറി ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാനിവിടെ ബിഗിനിങ് ഓഫ് ദി ലെസൺ ആണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ബിഗിനിങ് ഓഫ് ദി ലെസൺ എടുത്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സ്ലൈഡിനകത്ത് ഞാനിപ്പോ ഒരു ഇത് ചെറിയൊരു കുട്ടികളുടെ സ്ലൈഡാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ പ്ലാനറ്റ്സിനെ പറ്റിയാണ് ഇന്ന് പഠിപ്പിക്കുന്നത് ഇരിക്കട്ടെ. അപ്പോഴേ എനിക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഇതിനകത്ത് വാട്ട് ഡു യു ലേൺ ഫ്രം ദ ഹോംവർക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റാർട്ടഡ് ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്യുക, ഞാനിപ്പോ ഇതാണ് ചൂസ് ചെയ്യുന്നത് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ആ ലെസണിനകത്ത് ആദ്യം കുട്ടികളുടെ അടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാനറ്റ്സിന്റെ നെയിം അറിയാമോ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന പ്ലാനറ്റിന്റെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് നമുക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും അത് ലോഡ് ചെയ്ത് വരാനായിട്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഞാൻ എന്റെ ഫസ്റ്റ് സ്ലൈഡ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്ലൈഡായിട്ട് ഞാൻ ഇതാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്യുക, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ നെയിം എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തു. ഇപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പൊ നെയിം ദ പ്ലാനറ്റ് ദാറ്റ് വി ലിവ് ഇൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. അപ്പൊ ഈ കുട്ടികൾക്ക് അതൊരു സ്റ്റാർട്ടഡ് ആക്ടിവിറ്റി ആയിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്യത്തൊക്കെ. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾ ഒന്നും ചെയ്യില്ല, നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കുക. ഇതിന് ശേഷം നിങ്ങൾ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട സ്റ്റുഡൻസ് റൈറ്റ് യുവർ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും നമ്മൾ ചെയ്യില്ല, ബിക്കോസ് ഇതാണ് അതിനെ കുട്ടികൾക്ക് റൈറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം അതിൽ കൊടുക്കുക. അപ്പൊ അതിനുശേഷം ഓക്കെ, നിങ്ങൾ ഇപ്പൊ പ്ലാനറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കഷൻ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ ഓക്കെ, ഇവിടെ ഔട്ട് സോളാർ സിസ്റ്റത്തിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ 9 പ്ലാനറ്റ്സിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം എനിക്ക് കുട്ടികളുടെ അടുത്ത് ചോദിക്കണം, എന്താ ഏതെങ്കിലും 9 പ്ലാനറ്റ്സിന്റെ പേര് പറയാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കണം. അപ്പൊ അതിന് പല ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ കൊടുത്തേക്ക് നെയിം ദ സമ്മറൈസ് വാട്ട് യു ഹാവ് ജസ്റ്റ് ലേൺഡ്. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ എഴുതി ഐ ജസ്റ്റ് ലേൺഡ് അബൌട്ട് 9 പ്ലാനറ്റ്സ് ലൈക്ക്. നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പർപ്പസ്. അപ്പം ഞാൻ ആ 2 സ്ലൈഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓരോ പ്ലാനറ്റ്സിനെ പറ്റിയിട്ടൊക്കെ പഠിപ്പിച്ചു എന്നിരിക്കട്ടെ. ഓരോ പ്ലാനറ്റ്സ് ഡു യു നോ ഇങ്ങനെ കൊടുത്തു. നിങ്ങൾക്ക് അതിനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു കുറച്ച് പ്ലാനറ്റ്സിന്റെ ഫാക്ട്സ് പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇന്ററാക്റ്റീവ് സ്ലൈഡ് വെച്ചാൽ മതി. ഞാനൊരു ഇന്ററാക്റ്റീവ് സ്ലൈഡ് വെച്ചു. അപ്പൊ അതിനകത്ത് ഇതിന് പകരമായിട്ട് എനിക്ക് എന്ത് കൊടുക്കാനായിട്ട് പറ്റും, ഇന്ററാക്റ്റീവ് സ്ലൈഡ് കൊടുത്തു. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഈ പിക്ചറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്തുനിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അതിനുശേഷം ഞാൻ അതിനകത്ത് കൊടുക്കുന്ന ഇതിന് പകരമായിട്ട് ഇപ്പൊ എനിക്കാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വല്ലതും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നേരത്തെ ടൈപ്പ് ചെയ്തിടാനായിട്ട് നെയിം ദ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കൊടുക്കുന്നു. അപ്പൊ കുട്ടികൾക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഞാൻ നമ്പർ 2 കൊടുക്കുന്നു. വേറെ ഏതെങ്കിലും 2, 3 അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇന്ററാക്റ്റീവ് സ്ലൈഡ്സ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എവിടെയൊക്കെ വേണോ നിങ്ങൾക്ക് അതെല്ലാം, ഇപ്പൊ എൻഡ് ഓഫ് ദി ലെസൺ ആണെങ്കിൽ ഡ്യൂറിംഗ് ദി ലെസൺ ആണ് ഇതുപോലുള്ള ആക്ടിവിറ്റീസ്. എൻഡ് ഓഫ് ദി ലെസൺ ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ ഇത് നോക്കിയേ, ഡ്രോ കുട്ടികൾക്ക് കുറച്ച് പാടായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ ഡ്രോ എനി 2 പ്ലാനറ്റ്സ്. കുട്ടികൾക്ക് സാറ്റേണോ അങ്ങനെയുള്ള ഏതെങ്കിലും 2 പ്ലാനറ്റ് വെച്ച് ഇതിനകത്ത് നമുക്ക് അവർക്ക് ഡ്രോ ചെയ്യാനുള്ള ഇതുണ്ട്, അവർക്ക് അത് ഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സയൻസിന്റെ നിങ്ങൾക്ക് എടുത്തൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഉണ്ട്. പീരിയോഡിക് ടേബിൾ ഉണ്ട്, പീരിയോഡിക് ടേബിളിന് ഡ്രോ ആറ്റം സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കുട്ടികൾ ചെയ്യുന്ന, നമ്മൾ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ ലൈക്ക് ഇപ്പൊ സയൻസിന്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞതുണ്ട്. പിന്നീട് ഗ്രാഫ് നമുക്ക് കണ്ടിപ്പോ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഈ കുട്ടികൾ ഇത് പ്ലോട്ട് ചെയ്യുന്നത് നന്നായിട്ടുണ്ടോ, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് ഇതിനകത്ത് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് സ്ലൈഡിനെ വേണമെങ്കിലും നിങ്ങൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഓപ്ഷൻസ് എല്ലാം കൂടെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് ഓരോ സ്ലൈഡ്സും എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് എല്ലാ ക്ലാസ്സിലും ചിലപ്പോൾ നമ്മൾ ഈ പേഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ബോറടിക്കും.
ചില ക്ലാസ്സുകളിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അത് ഇത് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ് 4x - 2 = 0, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x എന്നുള്ളത്. ഈ എല്ലാ സ്ലൈഡുകളും ഇന്ററാക്റ്റീവ് സ്ലൈഡ്സ് ആണ്. നമുക്ക് അതിനകത്ത് അവർ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണോ അത് അവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ 4x - 2 = 0 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാൻ ഉള്ള ഒരു ആൻസർ, നിങ്ങൾ അത് ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലൈഡിൽ കൊടുക്കരുത് എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ലെസൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, മുകളിലൊരു ഐക്കൺ ഉണ്ട്, നമ്മൾ അവിടെ ചെല്ലുക. 2 ഓപ്ഷൻ അവൈലബിൾ ആണ്, സ്റ്റുഡൻസ് ബേസ്ഡ് ആക്ടിവിറ്റി, ഇൻസ്ട്രക്ടർ ബേസ്ഡ് ആക്ടിവിറ്റി. ഇതിനകത്ത് ഇൻസ്ട്രക്ടർ ബേസ്ഡ് ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുട്ടി ഒരു ഫസ്റ്റ് സ്ലൈഡിലാണ് നിൽക്കേണ്ടതെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ നമ്മൾ ഏത് സ്ലൈഡിലേക്കാണോ മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് കുട്ടികളുടെ സ്ക്രീന് അല്ലെങ്കിൽ കുട്ടികൾ വ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ സ്ലൈഡിന്റെ സ്ലൈഡ് ചേഞ്ച് ചെയ്യും. അതേസമയം സ്റ്റുഡന്റ് ബേസ്ഡ് ആണെങ്കിൽ അവർക്ക് അവരുടെ സ്പീഡിനനുസരിച്ച് മൂവ് ചെയ്യാം. സപ്പോസ് ഇപ്പൊ ചില ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് പല ലെവൽസിലുള്ള ലേണേഴ്സ് ആണ് ഉള്ളതെങ്കിൽ ചില കുട്ടികൾ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കും, ചിലർ കുറച്ചുകൂടി ടൈം എടുത്ത് ചെയ്തേക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ സാധാരണ ഞാൻ ഇൻസ്ട്രക്ടർ ബേസ്ഡ് ആണ് കൊടുക്കുന്നത്, കാരണം ആ ഒരു സമയത്ത് എനിക്കാണെങ്കിൽ മറ്റുള്ളവർ എഴുതിയേക്കുന്ന ആൻസറും ഒക്കെ കൂടെ ചെക്ക് ചെയ്ത് മേക്ക് ഷുവർ ചെയ്തിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഗീവ് സ്റ്റുഡൻസ് എ ലിങ്ക്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിന്റെ ഒരു ലിങ്ക് കിട്ടും. ഈ ലിങ്ക് നിങ്ങൾ സൂമിലോ മീറ്റിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് അവിടെ ചെല്ലാനായിട്ട് പറ്റും. അല്ലെങ്കിൽ joinpd.com എന്ന സൈറ്റിൽ പോയിട്ട് ഈ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ 2 അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുക്കുക ആ സമയത്ത്. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പിന്നെ സൈറ്റിന്റെ അഡ്രസ്സും ഈ ഒരു പാസ്വേഡും കുട്ടികൾക്ക് കിട്ടും. അല്ലെങ്കിൽ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് ഓപ്പൺ ആവും. ഇനി ഇത് നമുക്കുള്ളതാണ് ഓപ്പൺ ടീച്ചർ ഡാഷ്ബോർഡ്. ഓപ്പൺ ടീച്ചർ ഡാഷ്ബോർഡ് എന്ന് വെച്ചാൽ കുട്ടികൾ അവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഡാഷ്ബോർഡ് വെച്ചിട്ട് കാണാനായിട്ട് പറ്റും. നോ താങ്ക്സ്, ഗോട്ട് ഇറ്റ്. ഓക്കെ, നൗ ഇപ്പൊ കുട്ടികളൊന്നും അതിനകത്തില്ല, അതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. നോ സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡൻസ് എപ്പോഴാണോ ഇവിടെ ജോയിൻ ചെയ്യുന്നത് അപ്പൊ സ്റ്റുഡൻസ് അവിടെ ചെയ്യുന്ന വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇതാണ് ടീച്ചറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി സ്റ്റുഡന്റിന്റെ രീതിയിൽ ഇത് എങ്ങനെ അപ്പിയർ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഞാൻ വീണ്ടും ഒന്നുകൂടെ റീലോഡ് ചെയ്തതുകൊണ്ടാണ് എന്റെ ആ കുട്ടികളുടെ ആ ഒരു പാസ്വേഡ് ഇതിനകത്ത് മാറിയത്. നിങ്ങൾക്ക് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഗെറ്റ് ലിങ്ക്, നിങ്ങൾക്ക് ലിങ്ക് കോപ്പി ടു ക്ലിപ്പ് ബോർഡ്, നിങ്ങൾ കുട്ടികൾക്ക് ആ ലിങ്ക് കൊടുക്കുക. കുട്ടികൾ അത് അവരുടെ ടാബിൽ എൻ്റർ ചെയ്യുമ്പോൾ ദേ വിൽ ഗെറ്റ് എ പേജ് ലൈക്ക് ദിസ്. ഓക്കെ, ഇത് നമുക്ക് സ്കിപ്പ് ചെയ്ത് ഇതായിരിക്കും കുട്ടികൾക്ക് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഫസ്റ്റ് ഒരു ലോഡിംഗ് പ്രസന്റേഷൻ. അപ്പോ അതാണ് ഫസ്റ്റ് പേജ്. അപ്പൊ എന്റെ പേജും ഇത് തന്നെയാണ്. ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ക്ലാസ്, അപ്പൊ ഇത് കുട്ടികളുടെ പേജ്, ഇത് എന്റെ പേജ്, അതായത് ടീച്ചറിന്റെ പേജും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുട്ടികളുടെ പേജുമാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ക്ലാസ് എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കുട്ടി അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഇതാണ് ഫസ്റ്റ് സ്ലൈഡ്. ഞാൻ സെക്കൻഡ് സ്ലൈഡിലേക്ക്, ഇത് ടീച്ചർ സെക്കൻഡ് സ്ലൈഡിലേക്ക് മാറുന്നു. സെക്കൻഡ് സ്ലൈഡിലേക്ക് മാറുമ്പോൾ കുട്ടികൾക്കും എന്ത് ചെയ്യും, ആ സ്ലൈഡിലേക്ക് മാറും. അവർക്ക് ഇവിടെ ആൻസർ എഴുതാനായിട്ടും പറ്റും. ഞാനിവിടെ ആൻസർ എഴുതുകയാണ് എർത്ത്. ഓക്കെ, എർത്ത് നമ്മൾ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട് അവരുടെ പേരൂടെ മെൻഷൻ ചെയ്യണം. കാരണം പലപ്പോഴും എനിക്ക് ഇതിനകത്ത് നിന്ന് കുട്ടികളുടെ പേര് ഐഡന്റിഫൈ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഇങ്ങനെ കൊടുത്തു. ഈ കുട്ടികൾ ഇവിടെ എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് ഷോ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് ടീച്ചറിന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ടീച്ചറിന്റെ പേജാണ്. ഷോ റെസ്പോൺസ് കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഇപ്പൊ ഞാൻ എഴുതുകയാണ്, ഇത് രാജിയുടെ ആൻസർ ആണ്. ഓക്കെ ഫൈൻ, അങ്ങനെയാണെങ്കിൽ നോക്കുക, അപ്പുറത്ത് ഞാൻ വരുമ്പോ എർത്ത് രാജി, ഇന്ന് എനിക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പൊ രാജിയുടെ ആൻസർ ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ രാജിയുടെ ആൻസർ എനിക്ക് കിട്ടി. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളുടെ ആൻസർ എല്ലാം 1 by 1 ആയിട്ട് ഇത് താഴേക്ക് വരും. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ സ്ലൈഡിലേക്ക് പോയി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സോളാർ സിസ്റ്റത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ടീച്ചിങ്ങും അസസ്മെന്റും 2ഉം ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോയി. അടുത്ത സൈഡിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ പ്ലാനറ്റിന്റെ കാര്യം. ഇപ്പൊ നോക്കി ഞാൻ സ്റ്റുഡന്റിനെ അതെങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്ന് സമ്മറൈസ് വാട്ട് യു ഹാവ് ലേൺ. ഓക്കെ, ഞാൻ എഴുതുവാണ് ഐ ഹാവ് ലേൺ അബൌട്ട് 9, ഇപ്പൊ 9 പ്ലാനറ്റ്സ് ഇല്ലല്ലോ, 8 പ്ലാനറ്റ്സ്.
എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്റെ പേര് കൊടുക്കുകയാണ്. ഇതാണ് എന്റെ ആൻസർ. അപ്പൊ കുട്ടികൾ പല ആൻസർ ആയിരിക്കും എഴുതുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ വരിക. എന്നിട്ട് ഈ പേജിന്റെ ഷോ റെസ്പോൺസിൽ ഞാൻ നോക്കി ഐ ഹാവ് ലേൺഡ് അബൌട്ട് 8 planets എന്ന് എന്റെ ആൻസർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മളിപ്പോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. അപ്പൊ എല്ലാവരും ഒന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം അപ്പൊ ആരാണ് എഴുതാത്തതെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, അടുത്തത് സ്ലൈഡ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെയിം ദ ബിഗസ്റ്റ് പ്ലാനറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ എന്റെ ആൻസർ കൊടുക്കുന്നു, ജൂപ്പിറ്റർ. ഞാൻ എന്റെ എൻട്രി ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, ടീച്ചർ ഇവിടെ വന്നിട്ട് ഓക്കെ നമ്മൾ ടൈം കൊടുക്കുക, ഷോ റെസ്പോൺസ്. എന്റെ റെസ്പോൺസ് ഇവിടെ കിട്ടി. അങ്ങനെ എല്ലാ ഗ്രാഫും എല്ലാ സ്ലൈഡ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ടീച്ചർ പേഴ്സ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് ഡ്രോ എനി 2 ടൈപ്സ്. ഇപ്പൊ ഇവിടെ ഡ്രോയുടെ കേസിൽ ഇപ്പൊ കുട്ടിക്ക് ഞാൻ ഇതാണ് കൊടുക്കുന്നതെങ്കിൽ നോക്കി അവർക്ക് ഡ്രോ ചെയ്യാനുള്ള ഇത് വരും. അപ്പൊ ഞാനൊരു പെൻസിൽ എടുത്തിട്ട് ഓക്കെ, ഞാൻ പെൻസിൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കളർ സെലക്ട് ചെയ്യുക. കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു റൗണ്ട് വരച്ചു. കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇപ്പൊ ഞാൻ സാറ്റേൺ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഞാൻ സാറ്റേണിന് കുറച്ച് റിംഗ് ഒക്കെ വരച്ചു കൊടുത്തു. പിന്നെ എർത്താണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഞാനൊരു റൗണ്ട് വരച്ചു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, എർത്തിന്റെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിലും ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, എനിക്ക് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് ഇതെന്റെ സാറ്റേൺ ആണ്, ഇതിന്റെ ഇതാണ്. അങ്ങനെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രോയിങ്, ചില ഡ്രോയിങ്സ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഇത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ്, ഇത് അപ്പിയർ ചെയ്യും. അപ്പിയർ ചെയ്യുമ്പോൾ നോക്കി എന്റെ ടീച്ചറിന് ഇത് എങ്ങനെ അപ്പിയർ ചെയ്യുന്നു എന്ന് ഷോ റെസ്പോൺസ് കണ്ടു. ടീച്ചറിന് ഇതുപോലെ നമ്മളിങ്ങനെ താഴേക്ക് സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ എല്ലാ കുട്ടികളുടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു ഗ്രാഫിന്റെ ഒരു കാര്യം ഇതിലൂടെ ഞാൻ നോക്കട്ടെ. ഗ്രാഫിന്റെ സ്ലൈഡ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഗ്രാഫിന്റെ സ്ലൈഡിനകത്ത് ഞാൻ ഗ്രാഫിന്റെ സ്ലൈഡ് കൊടുത്തു. നിങ്ങൾ കുട്ടികൾക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ടായെങ്കിൽ പലപ്പോഴും ഞാൻ ഇതൊക്കെ സിമുലേഷനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ സിമുലേഷനിൽ നിന്ന് അവർക്ക് വാല്യൂ എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ പെൻസിൽ എടുത്തിട്ട് ഞാൻ ആദ്യം ഇവിടെ ലേബിൾ ചെയ്യുന്നു. ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. Yeah, I think this is too much. So make it little small and 2, 4, 5 ഇങ്ങനെ. അല്ലെങ്കിൽ ഇവർക്ക് വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഗ്രാഫാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് കുറച്ച് സമയം എടുക്കും. ബട്ട് ഇതും ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെന്ന് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഇത് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ കുട്ടി വരച്ചേക്കുന്ന ഗ്രാഫ് എനിക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ ഇപ്പൊ ഗ്രാഫ് മാർക്ക് ചെയ്യുന്നത് പഠിപ്പിക്കുകയാണ്, അങ്ങനെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് അത് കുട്ടികൾക്കത് മനസ്സിലായോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ആദ്യമൊക്കെ നമുക്ക് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കാരണം നമ്മൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അതൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് നമ്മൾ അത് കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതായി. ഇപ്പൊ കുട്ടികൾ എല്ലാവർക്കും ഇത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ when you are clicking over here നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ലിങ്ക് എടുക്കാം. നിങ്ങൾക്ക് എത്ര സ്റ്റുഡൻസ് ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ എന്ത് സെഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെഷൻ എൻഡ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യും, നെയിം ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് പെയർ ഡെക്കിന്റെ ആപ്ലിക്കേഷൻ.